പാർട്ടി അഴിമതി നടത്തി അത്ര വലിയ വിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആസാമിൽ കോൺഗ്രസ് പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് എന്തായാലും കൂടും എന്നുള്ള സംശയമില്ല. കഴിഞ്ഞ തവണ BJP മൊത്തത്തിൽ 303 സീറ്റാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് നിലനിർത്താൻ BJP കഷ്ടപ്പെടും. BJP അവകാശവാദം ഉന്നയിക്കുന്ന പോലെ ഈ ആഗ്രിബാർ ചാർസോമാർ അതൊന്നും നടക്കില്ല. ഇനി അടുത്തത് നമ്മൾ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ 17 സീറ്റുള്ള തെലങ്കാന. രേവന്ത് റെഡ്ഡി അവിടെ ഭരണത്തിൽ വരുമ്പോഴൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ DK ശിവകുമാറിന്റെ ശക്തമായിട്ടുള്ള ഒരു കേരളത്തിൽ നിന്ന് മുരളീധരനായിരുന്നു അവിടെ എല്ലാ മേൽനോട്ടം വഹിച്ചിരുന്നത്. അപ്പം അവിടെ എന്തായി തീരും ഇപ്പം ഇതിൽ വന്ന ലോക്പാളിന്റെ പുതിയത് പ്രകാരം 14 സീറ്റ് വരെ അവിടെ കോൺഗ്രസ് നേടുമെന്നാണ് പറയുന്നത്. ഇന്ത്യ ടുഡേയിൽ അങ്ങനെയല്ല പറയുന്നത്. തെലങ്കാനയിലുള്ളൊരു ടോട്ടൽ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 17 സീറ്റാണ്. അവിടെ 14 സീറ്റൊന്നും കോൺഗ്രസ് നേടാനുള്ള സാധ്യതയില്ല. അവിടെ കഴിഞ്ഞ തവണ 4 സീറ്റാണ് BJPക്ക് കിട്ടിയത്. BJP അതിനേക്കാൾ മെച്ചപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 6-7 സീറ്റിലേക്ക് വേണമെങ്കിൽ എത്താം. കോൺഗ്രസ് തീർച്ചയായിട്ടും കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെടാം. അവിടെ ഏറ്റവും വലിയ ലോസ് ഉണ്ടാകാൻ പോകുന്നത് മറ്റേ നമ്മുടെ ചന്ദ്രശേഖർ റാവുവിന്റെ BRS എന്ന് പറയുന്ന ഭാരതീയ രാഷ്ട്ര സമിതി എന്ന് പറഞ്ഞ പാർട്ടിക്കാണ്. ആ പാർട്ടി അഴിമതി നടത്തി അത്ര വലിയ വിരുദ്ധ വികാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളൊന്ന് മറന്നു തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ കവിതയെ അറസ്റ്റ് ചെയ്തത്, ചന്ദ്രശേഖരന്റെ മകളെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നഷ്ടമുണ്ടാക്കാൻ പോകുന്നവർക്കാണ്. നേട്ടം ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ടാവും, കോൺഗ്രസിനും ഉണ്ടാവും, പക്ഷേ BJPക്കും ഉണ്ടാവും. BJP മേ എമർജ് ആസ് എ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി. അവിടെ കോൺഗ്രസ് കഴിഞ്ഞാൽ മിക്കവാറും ഇതോടുകൂടി BRSന്റെ പരിപാടി കുറച്ച് കുറയുകയും സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായിട്ട് BJP വരികയും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകും. അതിന് വേറെ ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം അവിടെ BJP ഫോക്കസ് ചെയ്ത് കൃത്യമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ 1.5-2 കൊല്ലത്തിലധികമായി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തീരെ മോശമായിരുന്നില്ല. അവർ എന്ത് ചെയ്തിരുന്നു, നല്ല വോട്ട് നേടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് തെലങ്കാനയിലുണ്ടാകുന്നത്. പിന്നീട് നമുക്ക് ആസാം 14 സീറ്റുണ്ട്. 14 സീറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ വലിയ തോതിലുള്ള അജിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രവചനങ്ങൾ പല ഭാഗത്തുണ്ട്. അത് അവിടെ എത്രമാത്രം എങ്ങനെ ഉണ്ടാകും? അവിടെ വളരെ ഓപ്പൺലി പറഞ്ഞാൽ അവിടുത്തെ കാര്യം ഇപ്പോൾ നമുക്ക് എനിക്ക് പറയാൻ മാത്രമുള്ള പഠനം ഞാൻ നടത്തിയില്ല. പക്ഷെ ആസാമിൽ കോൺഗ്രസ് പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് എന്തായാലും കൂടും എന്നുള്ള സംശയമില്ല. കാരണം ആസാമിൽ ഇപ്പോഴും ഒരു സംഘടന ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് 19.5% വോട്ടുണ്ട്. ആ വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 കോടിയിൽ പരം വരുന്ന വോട്ടുകൾ വരും. അത് ആസാമിൽ ഇപ്പോഴും കോൺഗ്രസിന് എന്ത് ചെയ്യും, വലിയ ഗുണമുണ്ടാക്കും. പക്ഷേ അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നൊരു സംഘടനാ പാഠമോ നേതൃത്വമോ അവിടെ ഉണ്ടോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ഡൗട്ടുള്ള കാര്യം. പല നേതാക്കന്മാരും പ്രസിഡന്റുമാരെയൊക്കെ പേടിപ്പിച്ചിട്ട് എൻഫോഴ്സ്മെന്റ് ബേസിലൊക്കെ തന്നെ ചാടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. അത് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒരുപാടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നേതാക്കന്മാർ അഴിമതിയിൽ മിക്കവാറും PhD എടുത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന നമ്മള് ആസാം ഹേമന്ത് ബിശ്വ ശർമ്മയൊക്കെ ആണെങ്കിൽ പോലും ഏറ്റവും ആദ്യം രാഹുലിന്റെ കൂടെ വളരെ ക്ലോസ് ആലിയായിട്ട് ഇന്നിരുന്ന ഒരാളാണ്. ഇപ്പൊ പുള്ളി പറഞ്ഞേക്കുന്നത് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, രാഹുൽ ഗാന്ധി പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റാണ് പുള്ളി കൊടുത്തതാണ്. ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ചു. അപ്പൊ അവരുടെ സംഭവം ശരിയാണ്, സംഭവം ഫാക്റ്റാണ്. പട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ പുള്ളി രാഹുൽ ഗാന്ധി കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു ബിസ്ക്കറ്റ് എടുത്ത് പട്ടിക്ക് കൊടുത്തു, ഒരു ബിസ്ക്കറ്റ് പുള്ളിക്ക് കൊടുത്തു. അപ്പൊ അത് പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റാണെന്നൊന്നും കാണേണ്ട കാര്യമില്ല, ബിസ്ക്കറ്റായ സംഭവമാണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ കുഴപ്പമൊന്നും BJPക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു സ്റ്റേറ്റ് ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾ മിക്കവാറും കോൺഗ്രസിന് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് വോട്ട് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ആളുകളായിട്ടില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റേറ്റ് ലെവൽ മാനേജേഴ്സ് ചെയ്യാൻ നല്ല ആളുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമാണ്. കർണാടകയിൽ BJPക്ക് അതില്ല, അതുകൊണ്ടാണ് അവിടെ ഭരണം കിട്ടായിരുന്നത്. കോൺഗ്രസിന് അതുണ്ട്, കോൺഗ്രസിന് ഭരണം കിട്ടി. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി വന്നു, അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഭരണം കിട്ടിയത്. സോ പലപ്പോഴും അവിടെയൊക്കെ ആളുകൾ ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യണം, കഴിയണം. ഉത്തർപ്രദേശിലുള്ള ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് അവിടെ ആളില്ല എന്നുള്ളതാണ്. ആളുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നല്ല ലീഡർ ആവശ്യമാണ് എന്നുള്ളതാണ്. നല്ല ലീഡേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. അത് കേരളത്തിൽ പോലും കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങിയത് K. കരുണാകരൻ പോയതിനു ശേഷമാണ്. അപ്പൊ അത്തരത്തിൽ പോയാൽ സബ്സ്റ്റിറ്റ്യൂട്ടായി അതിനേക്കാൾ മിടുക്കനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈക്വലി ഗുഡായിട്ടുള്ള ആളുകളെ വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടാവും. പിന്നെ നമ്മൾ പോകുന്ന പഞ്ചാബിലേക്കാണ്. 13 സീറ്റുള്ള പഞ്ചാബ്.
അവിടെ വല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് എന്തുണ്ടാവും? അതാണ് ചോദ്യം. ആം ആദ്മി പാർട്ടി 5 സീറ്റേ കിട്ടുള്ളൂന്നും 7 സീറ്റ് കോൺഗ്രസ് നേടുമെന്നും 1 സീറ്റ് BJP നേടുമെന്നുള്ള പ്രവചനങ്ങളൊക്കെയാണ് വന്നത്. ഇപ്പൊ രണ്ടാമത് അതൊന്നും കൂടെ കുറഞ്ഞ് BJPക്ക് 2 സീറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആം ആദ്മിക്ക് 5 സീറ്റ്, മറ്റവർക്ക് 6 സീറ്റ് എന്നൊക്കെ പറയുന്ന പ്രവചനം. ഇന്ന് മാത്രമേ അത് മാറ്റം അവര് അവിടെ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്, സ്ഥലമാണല്ലോ കോൺഗ്രസ്. അവിടെ ഉള്ളൊരു വിഷയം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ സിദ്ധു വന്നതിന് ശേഷം പുറത്താക്കി. ശരിക്കും സിദ്ധു വന്നിട്ടാണ് സകലം നശിപ്പിച്ചത്. അതുകൊണ്ട് സിദ്ധു വരുമ്പോ സിദ്ധുവിന്റെ വാക്ക് കേട്ട് ഇവര് തോന്നിയ പോലെ അമരീന്ദർ സിംഗിനെ പറഞ്ഞു. സത്യത്തിൽ അമരീന്ദർ സിംഗ് നമ്മൾ പഠിക്കേണ്ട ഒരു നേതാവാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് സാധാരണ നമ്മളിവിടെ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്താ, മുഖ്യമന്ത്രിയായ ഒരാൾ ഇരുന്നാൽ പിന്നെ അയാളുടെ കുഴപ്പങ്ങൾ മാത്രമേ ജനം പറയുള്ളൂ. പഞ്ചാബിൽ നന്ദകുമാർ എന്നൊന്ന് കറങ്ങി നോക്കിയിട്ട് അമരീന്ദർ സിംഗിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10-ൽ 8 പേര് ഇപ്പോഴും നല്ലത് പറയും. BJPയിലേക്ക് പോയതുകൊണ്ട് ശരിക്കും അയാളെ നിലനിർത്തിക്കൊണ്ട് സിദ്ധുവിനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ മാറ്റം ഉണ്ടാവേണ്ടതായിരുന്നു. മറ്റേ പുള്ളി വേറെ പാർട്ടി ഉണ്ടാക്കാനും കോൺഗ്രസിൽ നിന്ന് പോയതിന് ശേഷമുള്ള സിറ്റുവേഷനിലാണ് ഇവൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. പക്ഷെ ഇപ്പൊ ഭഗവന്ത് സിംഗ് മാനിന് പോലും അങ്ങനെ ഒരു മാൻഡേറ്റ് അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ പുള്ളി പലപ്പോഴും നമ്മള് അപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോഴും ഇല്ല. കാരണം പച്ചയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവന്ത് സിംഗ് മാൻ അത് നശിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും പുള്ളി ഒരു 3 ഒക്കെ അടിച്ചിട്ട് വന്ന പോലെ ഡയലോഗുകളൊക്കെ മുഖ്യമന്ത്രി അല്ല. ഇതില് ഈ ആം ആദ്മി പാർട്ടി നമ്മളിപ്പോ ചർച്ച ചെയ്ത് ഒരുപാട് പറഞ്ഞു. ആം ആദ്മി പാർട്ടിയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും കൃത്യമായി നേതാക്കന്മാരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രാജ്യസഭ MP-മാർ 5 പേര് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് അറിഞ്ഞിട്ടില്ല, അവർ മിണ്ടിയിട്ടില്ല. അപ്പൊ അതുപോലെ ഉള്ള കുറച്ച് MP അടുത്ത കാലത്ത് MLA ഒരുമിച്ച് BJPയിലേക്ക് പോയി. അത് വലിയൊരു തിരിച്ചടിയാണ് അവർക്ക്. അത് വേറൊരു വിഷയമാണ്, നമുക്ക് സംസാരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ BJP കച്ചകെട്ടിയൊക്കെയാണ്, അത് വേറെ കാര്യമുണ്ട്. അപ്പൊ ഈ ഭഗവന്ത് സിംഗ് മാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഹൈപ്പ് ഉണ്ട്. അതായത് 10 കൊല്ലം കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ രൂപീകരിച്ച് വെറും 10 കൊല്ലം കൊണ്ടാണ് ഒരു ഭരണത്തിലേക്ക് എത്തിയത്. പക്ഷെ ആ ടെമ്പോ നിലനിർത്താൻ പലപ്പോഴും ഇപ്പൊ ഭഗവന്ത് സിംഗ് മാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിലും ലോക്സഭയിലേക്ക് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കൂടി വന്നതോടുകൂടി അവരുടെ പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ തോതിലുള്ള നേട്ടം അവർക്ക് എന്ത് ചെയ്തേക്കാം, ഉണ്ടായേക്കാം, ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായേക്കാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം BJPയും അവിടെ നേട്ടം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് കേരളത്തിലും അവിടെയുള്ള കോൺഗ്രസ് സീറ്റും പിന്നെ ഇവിടെ നല്ല സീറ്റും കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത്. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് കേരളത്തിൽ നിന്ന്, 2ാമത് പഞ്ചാബിൽ നിന്നാണ്. പക്ഷെ ആ സീറ്റ് നിലനിർത്താൻ ഇത്തവണ കോൺഗ്രസ് അവിടെ കഷ്ടപ്പെടും. ഇതേപോലെയാണ് ഛത്തീസ്ഗഡ് 11 സീറ്റാണെന്നാണ് ഞാൻ എന്റെ ഓർമ്മയുള്ളത്. എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗലിനേക്ക് 11 സീറ്റ് ഛത്തീസ്ഗഡില് കോൺഗ്രസ് BJP നേരിട്ടുള്ള ഒരു സ്ഥലം നിൽക്കുന്ന ഒരു സ്ഥലമാണ്, സ്റ്റേറ്റ് ആണത്. അവിടെ നിയമസഭാ ഇലക്ഷൻ തോറ്റത് ആരും കണക്കൂട്ടാത്ത സംഭവം. ഭൂപേഷ് ബാഗൽ ജയിക്കുമെന്നാണ് അവസാനം വരെ എല്ലാവരും പറഞ്ഞത്. ആരും തന്നെ മാറുന്നുള്ളത് പറയാത്ത സമയമാണ് അവിടെ അട്ടിമറിക്കപ്പെട്ടു. ആ അട്ടിമറിച്ചതിന്റെ പിന്നിൽ ആദിവാസി മേഖലയാണ് അവർക്ക് അതിനു വേണ്ടി BJP ഗുണം ചെയ്തതെന്നാണ്. ആദിവാസി മേഖലയിൽ ഇപ്പോഴും BJPക്ക് വലിയ ഹോൾഡാണ്. BJP എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ലോകത്ത് തന്നെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇത്ര മെറ്റിക്കുലസ്ലി വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ 1.5 ലക്ഷത്തോളം വരുന്ന യൂണിറ്റുകൾ ഉണ്ടാക്കിയാണ് ഉത്തർപ്രദേശിൽ വർക്ക് ചെയ്തത്. ഏതാണ്ട് അതേപോലെ തന്നെ ഇവർ ആദിവാസി മോർച്ച പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് കൃത്യമായി ഇവരുടെ ഇടക്കോട്ട് കയറിയിട്ടുണ്ട്. അത് ഇപ്പോഴും അത് നിലനിർത്താനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറ്റുന്നൊരു സ്ഥലമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഈവൻ മണിപ്പൂർ പോലെയുള്ള സംഭവവികാസങ്ങൾ പോലും ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവിടെ BJP നേട്ടമുണ്ടാക്കും. പക്ഷേ മറ്റേ വോട്ട് പെർസെൻറ്റേജിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റിൽ തകർന്നടിഞ്ഞത്രയും കോൺഗ്രസ് എന്ത് ചെയ്യില്ല, തകർന്നടിയില്ല. കാരണം അത് ഏകദേശം അതുപോലെ തന്നെ നിലനിൽക്കും. പക്ഷെ അത് മറ്റേ സീറ്റുകളിലേക്ക് എത്രത്തോളം ട്രാൻസ്ഫോർ ലോക്സഭാ ഇലക്ഷനിൽ സാധാരണ മോദിക്കുള്ള ട്രെൻഡ് അതുപോലെ ജാർഖണ്ഡ് 14 സീറ്റ് ഉണ്ട്. അവിടെ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി സോറനെ പിടിച്ച് അകത്താക്കിയത് ഷിബു സോറൻ. ജാർഖണ്ഡിലെ ഷിബു സോറിനെ വെറുതെ പിടിച്ച് അകത്താക്കിയതല്ല, വീട് റെയ്ഡ് ചെയ്തപ്പോൾ തന്നെ 32 ലക്ഷം രൂപ കിട്ടിയ ഡൽഹിയിൽ. അപ്പൊ അതുകൊണ്ട് ജാർഖണ്ഡിലെ ശരിക്കും പറഞ്ഞാൽ ഷിബു സോറിനും പുള്ളിയുടെ ഫാദറിനെയൊക്കെ പണ്ടേ അകത്താക്കേണ്ടതാണ്. പക്ഷേ പുള്ളിയുടെ ഫാദർ പോയി. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ അനിയനാണ് ഭരിക്കുന്നത്. അവിടെയൊക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഷിബു സോറിന്റെ കേസിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചക്കൊക്കെ കുറച്ച് തിരിച്ചടി ഉണ്ടാകാനാണ്
സാധ്യതയുള്ളത്. കാരണം ഭരണത്തോടൊന്നും ജനങ്ങൾക്കൊരു താല്പര്യമില്ല. ഒന്ന്, ഷിബു സോറൻ ആയിരുന്നപ്പോൾ നന്ദകുമാരെ പിന്നെയും ഒരു ലീഡർഷിപ്പ് ഫീലിംഗ് എങ്കിലും ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഷിബു സാറിന്റെ അനിയനെ പിടിച്ച് ആദ്യം ഭാര്യയാക്കാൻ നോക്കി, പിന്നെ അനിയനാക്കാൻ നോക്കിയപ്പോഴത്തേക്കും അനിയനൊന്നും അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റോടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ള ഉത്തരാഖണ്ഡ് പൊതുവെ BJPക്ക് അനുകൂലമായ സീറ്റും അവിടെ പോകാനാണ്. ഉത്തരാഖണ്ഡ് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ എടുത്ത് കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ്. ബാക്കി എന്ന് പറയുന്നത് ചെറിയ ചെറിയ നമ്മൾ ചർച്ച ചെയ്ത സമയങ്ങളിൽ അല്ല, ത്രിപുരയാണ് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു സ്ഥലം. 2 സീറ്റ് ഉണ്ട് അവിടെ. 2 സീറ്റില് BJP കൊണ്ടുപോകുന്നുള്ളതാണ് കേരളത്തിൽ വെച്ചുള്ള അറിയാം. 2 സീറ്റിലും കഴിഞ്ഞ വലിയ മെജോറിറ്റിയോടുകൂടി BJP ജയിച്ചു. അപ്പൊ അവിടത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ ഗോവയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ സാധ്യത. കോൺഗ്രസ് ഒരു സീറ്റും BJP സീറ്റും കിട്ടുന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ ചെറിയ ആൻഡമാൻ നിക്കോബാർ, പുതുച്ചേരിയിൽ മിക്കവാറും കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത ഉണ്ടാവും. അതാണ് ഇപ്പം ബാക്കിയുള്ള സ്ഥലം കൂടെ കൂട്ടിയാൽ തന്നെ BJPക്ക് NDAക്ക് ഏകദേശം എത്ര സീറ്റ് കിട്ടാൻ സാധ്യത? BJP തീർച്ചയായിട്ടും 370 സീറ്റ് അവർ ഒറ്റ കിട്ടാന്ന് പറയുന്ന സംഭവം നടക്കില്ല. കഴിഞ്ഞ തവണ NDA ആലി ചെയ്തിട്ട് 353 സീറ്റാണ് അവർക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ BJPക്ക് മൊത്തത്തിൽ 303 സീറ്റാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് നിലനിർത്താൻ BJP കഷ്ടപ്പെടും. അല്ലെങ്കിൽ നാമമാത്രമായ വർധനവ് മാത്രമേ BJPക്ക് ഉണ്ടാകാൻ സാധ്യത. വർധന ഉണ്ടായാൽ കുറയാനുള്ള സാധ്യത പോലും ഉണ്ട്. അതുകൊണ്ട് ഇതിൽ വലിയൊരു സാധ്യതയൊന്നും BJPയുടെ മുമ്പിലില്ല. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാർട്ടി BJPയാണ്. അതുകൊണ്ടാണ് കിട്ടുന്ന സ്ഥലങ്ങളിൽ 1-2 സീറ്റ് അടക്കം BJP എന്ത് ചെയ്ത് നോക്കുന്നത്. പക്ഷെ BJP അധികാരത്തിൽ വരും, ആ കാര്യത്തിലും എനിക്കൊരു സംശയമില്ല. എന്റെ ഇപ്പൊ നാളെ മമതാ ബാനർജി പിടിച്ച് മമതാ ബാനർജി കൂടെ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും പ്രശ്നമില്ല. BJP അധികാരത്തിൽ വരും, സീറ്റ് മജോറിറ്റി ഉണ്ടാവും. ഒരു ഇപ്പൊ 270 സീറ്റുകളിൽ കൂടുതൽ BJPക്ക് എന്തായാലും കിട്ടും. പക്ഷെ BJP അവകാശവാദം ഉന്നയിക്കുന്ന പോലെ ഈ ആഗ്രിബാർ ചാർജ് അതൊന്നും നടക്കില്ല. ഇന്ത്യ ടുഡേ സർവേ 393 സീറ്റ് ടോട്ടൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ കണക്കൂട്ടിയാൽ അങ്ങനെ ചിന്തിച്ചിട്ടും വരുന്നില്ല. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിടത്തോളം ഈ BJPക്ക് ഇപ്പം തന്നെ നല്ലൊരു ശതമാനം സീറ്റ് കുറയുന്നതായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഇന്ത്യ ടുഡേ 392 സീറ്റ് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആളുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിശ്വാസമൊക്കെ തോന്നും. ഇന്ത്യ ടുഡേയുടെ പ്രദീപ് കൊൺവാൽ 7 കോടി രൂപയാണ് പുള്ളിക്ക് ആനുവലി കിട്ടുന്ന സാലറി. പുള്ളി കഴിഞ്ഞ തവണ ഇലക്ഷൻ ഇരുന്നിട്ട് ഒരു സ്റ്റേറ്റിൽ BJP പുറകോട്ട് പോയപ്പോൾ ഈ അവതാരകൻ ചോദിക്കുന്ന ചോദ്യം, അതായത് രാജീവ് സർദേശായി പുള്ളി കൂടി ഇരിക്കുമ്പോൾ പുള്ളി ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? നമുക്കെന്ത് പറ്റിയെന്നാണ്. അപ്പൊ ചോദിക്കുന്ന ആളുകള് ആരാധന കൊണ്ട്, ഈ അന്ധമായ ആരാധന കൊണ്ട് നമ്മൾ 393 എന്ത് ചെയ്യും? പക്ഷെ നമ്മൾ സംസാരിച്ച പ്രകാരം നമ്മൾ വളരെയധികം BJP വോട്ട് സീറ്റ് കുറയുന്നതാണ്. ഒന്ന് മഹാരാഷ്ട്ര 2, പിന്നെ നമ്മൾ ഒരു പറയാത്ത സ്ഥലം ഹിമാചൽ പ്രദേശ് ഒരു 10 സീറ്റുള്ള സ്ഥലമാണ്. ഇപ്പൊ വന്നിരിക്കുന്ന 5 സീറ്റ് അവിടെ BJP കിട്ടുള്ളൂ, 5 സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നതാണ് പറയുന്നത്. അല്ല, BJPക്ക് ചില സ്ഥലങ്ങളിൽ സീറ്റ് കുറയുകയും ആ സീറ്റ് പക്ഷെ കുറയുന്നത് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറവുണ്ടാവില്ല. ഇപ്പൊ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറവുള്ള നമ്മുടെ മഹാരാഷ്ട്ര പിന്നെ ബീഹാറിൽ കുറയുന്നത്, രാജസ്ഥാനില് സീറ്റ് ബീഹാറിൽ അത്രത്തോളം എന്നിരുന്നാലും 10 സീറ്റ് പറഞ്ഞാൽ തന്നെ വലിയ മാറ്റല്ലേ. മഹാരാഷ്ട്രയിൽ 26 സീറ്റോളം നഷ്ടപ്പെടുക വലിയ മാറ്റമാണ്. അങ്ങനെ ഒരു 303 സീറ്റിൽ നിന്ന് 272 30 സീറ്റാണ് വ്യത്യാസം. അല്ല, അപ്പൊ എന്തോ പറയാ, ഇപ്പൊ ബംഗാളിൽ ഒരു 3-4 സീറ്റ് വേണമെങ്കിൽ കൂടാം. അതുപോലെ ഇപ്പൊ ഒറീസയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1-2 സീറ്റ് വേണം. ഇങ്ങനെ ഞാൻ പറയുന്നത് അത് ചിലപ്പോ എന്ത് ചെയ്തേക്കും, മേക്കപ്പ് ചെയ്ത് പോയി. പക്ഷേ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് കർണാടക ആണ് ഒരു വലിയ പ്രശ്നം. കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഹിമാചൽ പ്രദേശ് ഈ പറയുന്ന സ്ഥലങ്ങൾ. പിന്നെ ഡൽഹിയിൽ 7 സീറ്റ് ഉണ്ട്. 7 സീറ്റില് എല്ലാ സീറ്റുകളും നേടുന്നു കരുതുന്നുണ്ടോ? ഡൽഹിയില് ഇത്തവണയും പക്ഷെ മെജോറിറ്റി അല്ല, ഒരു സീറ്റൊക്കെ മാറിപ്പോയാലും എല്ലാ സീറ്റും BJP നേടും. അതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, കഴിഞ്ഞ തവണ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ഭൂരിപക്ഷം 57%. 57%. അത് നടന്നേക്കണ എപ്പോഴാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അതായത് അരവിന്ദ് കെജ്രിവാളിന് 67 സീറ്റ് കൊടുക്കുന്ന അതേ മൊമെന്റിലാണ് ലോക്സഭയിലേക്ക് എന്ത് ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് അവിടെ അത്തരത്തിലുള്ള ഒരു പോപ്പുലേഷൻ ആണ്. അവിടെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്തൊരു കാര്യം, ലൈറ്റ് മിഡിൽ ക്ലാസ് ആണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചോളം ഈ ഷഹീൻ ബാഗും അവിടെ കാര്യങ്ങളും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത്തവണ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉള്ളത് കൊണ്ടിട്ട് അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇതിനൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? അതാണ് ഞാൻ പറഞ്ഞത്, അത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ അവിടെ അതിഷി മാർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിഷി മാർലിൻ എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണ് മന്ത്രി. ഏതാണ്ട് 8 പോർട്ട്ഫോളിയോ ആണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പോർട്ട്ഫോളിയോ. അപ്പൊ ഈ പറയുന്ന നേതാക്കന്മാരെ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇത് ഫൈറ്റ് ചെയ്യണ്ടേ?
ഇപ്പൊ നാളെ ഇവിടെ ഇപ്പൊ പിണറായി വിജയൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ VS അച്യുതാനന്ദനെ എടുത്ത് ജയിലിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇവിടെ പ്രകമ്പനം കൊള്ളും. കാരണം വേറെ നേതൃത്വമുണ്ട്. സത്യത്തിൽ 2 തവണ പത്രസമ്മേളനം നടത്തിയത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടി എവിടെയാണ് പ്രതിഷേധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പ്രതിഷേധിക്കാൻ പക്ഷേ ഗുണമുണ്ടായി. ഇന്ത്യ മുന്നണി ഒന്ന് സ്ട്രോങ് ആയി. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഗുണമുണ്ടായത് ആം ആദ്മി പാർട്ടിക്കല്ല, പകരം എന്താണ് ഇന്ത്യ മുന്നണിക്കാണ്. പിന്നെ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ. അപ്പൊ നമ്മുടെ ഒരു കണക്കൂട്ടലില് ഒരു പിന്നെ BJP ഒരു സ്ഥലത്ത് നഷ്ടപ്പെട്ട മറ്റുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചെങ്കിലും ചെയ്യും. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം മഹാരാഷ്ട്ര, ബീഹാർ, രാജസ്ഥാൻ, ഏറ്റവും പ്രധാനം കർണാടക, ഈ സ്ഥലങ്ങളിലെ കുറവ് എങ്ങനെ നികത്തും? നന്ദകുമാർ പറഞ്ഞ പോലെ രാജസ്ഥാനിൽ വലിയ കുറവുണ്ടാവുന്ന വിചാരിക്കില്ല. പക്ഷെ 2 സ്ഥലം നന്ദകുമാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്ന് മഹാരാഷ്ട്ര, ഒന്ന് കർണാടക. ഒന്ന് ബീഹാറിലും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഇവരെ ബാധിക്കും. പിന്നെ മാത്രമല്ല കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടുന്ന ഈ ആന്ധ്രാപ്രദേശും കർണാടകയും കൂടി വരികയാണ്. അല്ല, കർണാടകയിലും മറ്റേ ഈ മഹാരാഷ്ട്രയിലും ഉണ്ടാകുന്ന ഒരു തിരിച്ചടി അത് മുഴുവൻ മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം വെച്ചാൽ അതിപ്പോൾ ഒരു 17 സീറ്റുകൾ അവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ 17ഉം ഒരു പോട്ടെ നമുക്കൊരു 25-30 സീറ്റുകൾ പോകുന്നു എന്ന് പറഞ്ഞാൽ 270 സീറ്റുകളിലേക്ക് എത്തും. BJPക്ക് ഇത് ഞാൻ പറഞ്ഞ മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇത് കിട്ടിയാൽ ഒരു പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ ഒരു കാരണവശാലും മറ്റേ 350 പോലും BJP എന്ത് ചെയ്യില്ല. അതൊക്കെ BJP പറയുന്ന വെറും ദിവാസ്വപ്നങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഇലക്ഷനിൽ ഒരു കാര്യവും നടക്കില്ല. ആ രൂപത്തിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോവാം. BJPക്ക് ഭൂരിപക്ഷം കിട്ടും, മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടും. പക്ഷെ അവർ പറയുന്ന മാതിരി 370-400 എത്തില്ല. കോൺഗ്രസ് ഇപ്പോഴുള്ള സീറ്റിനേക്കാൾ എത്ര കയറാൻ സാധ്യതയുണ്ട്? ഇപ്പൊ ഉള്ളത് അവരുടെ കയ്യിലുള്ളത് 54 സീറ്റാണ്. ഇപ്പൊ നിലവിലുള്ളത് 53 സീറ്റാണ്. അത് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടേക്കും എന്നുള്ളത്. കർണാടകയില് കൂടിയെന്ന് ഒരു 70 സീറ്റുകൾക്ക് അടുത്തേക്ക് എന്ത് ചെയ്തേക്കും, 70-50 സീറ്റുകൾക്ക് അടുത്തേക്ക് എന്ത് ചെയ്തേക്കും അവരെത്തിയേക്കും. അതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം നമുക്ക് ഇതിന്റെ ഈ പറയുന്ന സ്റ്റേറ്റുകളിലേ ഉള്ളൂ. അതായത് ഈ ദക്ഷിണേന്ത്യയുമായി അടുത്ത് നിൽക്കുന്ന സ്റ്റേറ്റുകളിലേ ഉള്ളൂ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ ഒരു വലിയ റിലവന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞോടെ 15 സീറ്റുണ്ട്. ആ സീറ്റിൽ എത്രയെങ്കിലും കുറവ് വന്നാൽ പിന്നെ എന്ത് ചെയ്യും, പ്രശ്നമാവും എന്നുള്ളതാണ്. പക്ഷെ അത് കുറവ് വരാത്തതുകൊണ്ട് അവർക്ക് കർണാടകയും തെലങ്കാനയിൽ കിട്ടും, കർണാടകയിൽ കിട്ടും, പഞ്ചാബിൽ അവർക്ക് കഴിഞ്ഞോടെ നിർത്തിയത് നിലനിർത്താത്തൊരു ബുദ്ധിമുട്ടും. പക്ഷെ ഈ 2 സ്ഥലങ്ങളിൽ മഹാരാഷ്ട്രയിൽ കിട്ടും. ഈ 3-4 സ്റ്റേറ്റുകളിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു പ്രകടനമുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ കുറച്ച് വീതം കിട്ടും. കിട്ടിയാൽ ഇപ്പൊ രാജസ്ഥാനിലും മധ്യപ്രദേശിലും 1-2 കിട്ടിയാൽ അത് കൂടിയായി. എന്തായാലും ഈ പ്രവചനം എന്ന് പറയുന്നത് ഇത്തവണത്തെ രതീഷ് ചക്രവാണി പ്രവചനം നടത്തുന്നത് ഭൂരിപക്ഷം BJP മുന്നണി കിട്ടുമെങ്കിലും അവർ പറയുന്ന വലിയ സീറ്റുകളൊന്നും കിട്ടില്ല, കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ കിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. നന്ദി, നമസ്കാരം.